കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാലും ഇന്ന് ആർസിബിയും വിരാട് കോഹ്ലിയും പറഞ്ഞത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കിട്ടിയത് ഞങ്ങളെന്തായാലും പഞ്ചാബിൽ പോയി ഇന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. മനോഹരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വന്ന് തോൽപ്പിച്ചിട്ട് പോയി ഇന്ന് പഞ്ചാബിൽ പോയി അതിന്റെ റിവഞ്ച് കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ മനുഷ്യൻ വല്ലാത്ത ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ചേസ് മാസ്റ്റർ മാത്രമല്ല ശ്രേയസ് അയ്യരെ, ഈ മനുഷ്യൻ ഒരു റിവഞ്ച് മാസ്റ്ററും കൂടെയാണ്. കിട്ടിയതൊന്നും ഈ മനുഷ്യൻ മറക്കാറില്ലെന്നുള്ളത് ചരിത്രമാണ്. എന്തായാലും നമ്മൾ ഇന്നും ആ ചരിത്രം കാണാനിടയായി തീർന്നു. ജയിച്ചു കഴിഞ്ഞിട്ട് ശ്രേയസ് അയ്യരുടെ അടുത്തോട്ട് പോയിട്ട് ആ യു കാണിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് ചിരി വന്നു. സത്യം പറഞ്ഞ ശ്രേയസ് അയ്യർ അത്രമാത്രം ഒന്നും കാണിച്ചില്ല കേട്ടോ. ബാംഗ്ലൂരിൽ വന്ന് ജയിച്ചട്ടെ, വിരാട് കോഹ്ലി തിരിച്ചൊരു മയത്തിൽ തന്നെയാണ് കാണിച്ചത്. ഒരു ഒക്കെ മാത്രമേ കാണിച്ചുള്ളൂ. ചഹാലിനെ പോയി ഒന്ന് ചൊറിയുന്നതായിട്ടൊക്കെ കണ്ടു. എന്നാലും കൊള്ളാം, സൂപ്പർ പെർഫോമൻസ്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന രാഹുൽജിയുടെ കാര്യമാണ്. രാഹുൽജി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വരുന്നു, വലിയ വൃത്തമൊക്കെ വരയ്ക്കുന്നു, വൃത്തത്തിന് നടുക്ക് കുത്തുന്നു, ഇത് എൻ്റെ ലോകമാണെന്നൊക്കെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയി. ഇനി എന്തായാലും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലോട്ട് ഒരു മത്സരം നടക്കാനുണ്ട്. എന്തായാലും ബാംഗ്ലൂർ ഒരു പോക്ക് പോകുന്നുണ്ട് അങ്ങോട്ട്. റിവഞ്ച് മാസ്റ്റർ ഇനി അവിടെ പോയി ഇനി എന്തോ കാണിക്കുന്നതെന്ന് ഒരു പിടിയില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്ലെയർ ആയ ഇങ്ങനെ വേണം. 157 റൺസ് എങ്ങനെ ചേസ് ചെയ്യണമെന്ന് പുള്ളിക്ക് നല്ല പോലെ അറിയാം. പുള്ളി വന്നു നല്ലൊരു കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് കളിച്ചു. പുള്ളി പ്ലാൻ ചെയ്തതുപോലെ തന്നെ വരുന്നു, നല്ലൊരു കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് കളിക്കുന്നു. അവസാനം വരെ, ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നു, ടീമിനെ വിജയിപ്പിച്ചിട്ട് പോന്നു. റയാൻ പരാഗെ, നീ കാണുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെ ഒരു കളി ജയിപ്പിക്കേണ്ടത്? ഇത് പലർക്കും ഉള്ള ഒരു മാതൃകയാണ്. പുള്ളി ഇപ്പോഴല്ല കാണിക്കുന്നത്, പലപ്പോഴായിട്ട് പുള്ളി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ ടീമിന് വേണ്ടിയായാലും ഫ്രഞ്ചൈസികൾക്ക് വേണ്ടിയായാലും പുള്ളി പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാതൃക തന്നെയാണ്. ഒരു നല്ലൊരു കാൽക്കുലേറ്റഡ് ഇന്നിങ്സ്, ഒരു ഹങ്കർ ഇന്നിങ്സ് വന്ന് കളിക്കുന്നു. അറിയാം 157 റൺസ് എങ്ങനെ കളിക്കണം, എപ്പോൾ അടിക്കണം, എപ്പം നിൽക്കണം, എപ്പം പിടിക്കണമെന്ന് പുള്ളിക്ക് നല്ലപോലെ അറിയായിരുന്നു. പുള്ളി അതുപോലെ വന്ന് മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 54 ബോളിൽ നിന്ന് 73 റൺസ് എടുക്കുന്നു, 7 ഫോറും 1 സിക്സും. സൂപ്പർ ഡൂപ്പർ ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പുള്ളിയെ വെറുതെ അല്ല ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. പുള്ളി നല്ല ഒരു ചേസ് മാസ്റ്റർ തന്നെയാണ്, നമുക്കറിയാം. പിന്നെ നോക്കുമെങ്കിൽ ദേവത് പടിക്കൽ, സത്യം പറഞ്ഞാൽ ദേവത് പടിക്കലിന്റെ ഒരു ഇന്നിങ്സ് ആണ് വിരാട് കോഹ്ലിക്ക് കൂടുതൽ തൻ്റെ ശൈലിയിൽ കളിക്കാനുള്ള ഒരു ചാൻസ് ഒരുക്കി കൊടുത്തത്. പുള്ളിയുടെ ഒരു ഹങ്കർ ഇന്നിങ്സ് നമുക്കറിയാമല്ലോ, വിരാട് കോഹ്ലിയുടെ സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റ്. ആ ഒരു ഹങ്കർ ഇന്നിങ്സ് കളിക്കാൻ എന്നാൽ ദേവത് പടിക്കലിന്റെ ഇന്നിങ്സ് സഹായിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ദേവത് പടിക്കൽ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടാണ് വന്നത്. നല്ല പുള്ളിയുടെ ഫുഡ് വർക്ക് കണ്ടപ്പോഴത്തേനേ മനസ്സിലായി, നല്ല ഫുഡ് വർക്ക് ആയിരുന്നു. ബാക്ക് ഫുട്ടി കളിക്കുന്നു, സ്ട്രേറ്റ് കളിക്കുന്നു, പ്രത്യേകിച്ച് സ്പിന്നർക്കെതിരെ ആയാലും ഫാസ്റ്റ് ബോളർക്കെതിരെ ആയാലും നല്ല പ്രിപ്പയറോടെ തന്നെയാണ് വന്നത്. നല്ല ഫുഡ് വർക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 174 സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നു. സൂപ്പർ ഇന്നിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു ദേവത് പടിക്കൽ. ദേവത് പടിക്കലിന്റെ ആ ഒരു ഇന്നിങ്സ് ആണ് അവിടെ ക്രൂഷ്യലായെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേക ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ ചിലപ്പം ഇവർക്ക് കിട്ടിയതുപോലെ തന്നെ, പഞ്ചാബിന് കിട്ടിയതുപോലെ തന്നെ ഒരു പണി കിട്ടാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഫിലിപ്പ് സാൾട്ട് പോയതിന്റെ ഒരു വിഷമവും ദേവത് പടിക്കൽ അറിയിച്ചില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല മനോഹരമായ ഒരു ഇന്നിങ്സ് കളിക്കുന്നു. ഏകദേശം 35 ബോളിൽ 61 റൺസ് എടുക്കുന്നു. ആ കോഹ്ലിയുടെ മേലുള്ള പ്രഷറും ടീമിന് മേലുള്ള ആ പ്രഷറിനെ ദേവത് പടിക്കൽ എടുത്ത് ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ ഇന്നിങ്സ്. പിന്നെ നോക്കേണ്ട RCBയുടെ ഡെത്ത് ബോളിംഗ്, സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് 4 ഓവറിൽ RCB വിട്ടുകൊടുത്ത 38 റൺസാണ്. മനോഹരമായിട്ട് ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജോസ് ഹേസൽവുഡ് ആയാലും ഭുവനേശ്വർ കുമാർ ആയാലും വരുന്നു, മനോഹരമായി ബോൾ ചെയ്യുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. യോക്കർ എറിയുന്നു. എന്തായാലും ആ ഒരു ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള പിച്ചിൽ അവർക്ക് റിവേഴ്സിങ്ങും കിട്ടി. നല്ല സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനിങ്ങനെ ജോസ് ഹേസൽവുഡ് കണ്ടിന്യൂസ് ആയിട്ട് യോക്കർ എറിയുന്നത് കണ്ടിട്ടില്ല. പക്ഷേ പുള്ളി നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ല പ്രിപ്പയർ ആയിട്ടാണ് വന്നതെന്ന് അറിയാം. ഭുവനേശ്വർ കുമാർ നമുക്കറിയാം പുള്ളി എറിയാറുണ്ട്. പക്ഷേ ജോസ് ഹേസൽവുഡിന്റെ ലൈൻ നോക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഗുഡ് ലെങ്ത് ഡെലിവറിയും നമുക്ക് ഷോർട്ട് ലെങ്ത് ഡെലിവറിയാണ് പുള്ളി കൂടുതലായിട്ട് എറിയുന്നത്. എന്നാൽ ഇന്ന് വന്ന് മനോഹരമായിട്ട് യോക്കർ എറിയുന്നുണ്ട്. ആ ലാസ്റ്റ് ഓവറുകളെല്ലാം പിടിച്ചു നിർത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. പഞ്ചാബിനെ വലിയൊരു സ്കോറിലേക്ക് 170, 180 പോകാതെ പിടിച്ചു നിർത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു ഭുവനേശ്വർ കുമാറിന്റെയും ജോസ് ഹേസൽവുഡിന്റെയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായിരുന്നു അവർ സ്പിന്നർ കുർണൽ പാണ്ഡ്യ. അവർ ഓപ്പണർമാരെ പറഞ്ഞയക്കുന്നു. അവർ വളരെ ഇമ്പോർട്ടൻറ്റ് വിക്കറ്റാണെന്ന് പറയേണ്ടിയിരിക്കും. പ്രയാൻ ഷാരി ആയാലും പരം സിമ്രൻ ആയാലും വളരെ ഇമ്പോർട്ടൻറ്റ് വിക്കറ്റായിരുന്നു. അവർ അപകടകാരികളായിട്ട് തന്നെ മുമ്പോട്ട് പോയായിരുന്നു. ആ 2 വിക്കറ്റ് അവരുടെ നടു ഒടിച്ചെന്ന് പറയേണ്ടിയിരിക്കും. കുർണൽ പാണ്ഡ്യ സൂപ്പർ പെർഫോമൻസ്. സായു ശർമ്മ സൂപ്പർ. 4 ഓവറിൽ 26 റൺസ് അടങ്ങുന്ന 2 വിക്കറ്റ് എടുക്കുന്നു. ഇമ്പോർട്ടൻറ്റ് 2 വിക്കറ്റ്. നല്ല ഒരു ബോളിംഗ് പെർഫോമൻസ് അവർ സ്പിന്നർ ഭാഗത്തു നിന്ന് കാഴ്ചവെച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം അവരുടെ എക്കണോമി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ
കേവലം 6.25 എക്കണോമിയാണ് 2 സ്പിന്നർമാരുടെയും പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനോഹരമായി ഇന്ന് അവരെന്തായാലും ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇയാൻ ലിവിങ്സ്റ്റൺ എടുത്ത് പുറത്ത് കളയുന്നു, റൊമാരിയോ ഷെപ്പേർഡിനെ അവർ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അത് നല്ല ഗുണം ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പുള്ളിക്ക് 2 ഓവർ എറിയുന്ന 18 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുക്കും. അത് ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ്. അപകടകാരിയായ ശ്രേയസേറിന്റെ വിക്കറ്റ് എടുക്കാൻ എന്തായാലും ആ പുള്ളിക്ക് നല്ല ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പഞ്ചാബിനെ വരിഞ്ഞ് മുറുക്കി കട്ടാൻ അവർക്ക് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് ബോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പിച്ച് എന്തായാലും ആ ഡ്രൈ കണ്ടീഷൻ, ആഫ്റ്റർനൂൺ കണ്ടീഷൻ വളരെ മനോഹരമായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ശശാങ്ക് സിംഗിന്റെ ബാറ്റിംഗ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ 33 ബോളിൽ നിന്ന് 31 റൺസ് എടുക്കുന്നു. സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 93ന്റെ സ്ട്രൈക്ക് റേറ്റ്. വളരെ മോശം ഒരു പെർഫോമൻസ്. സ്ട്രൈക്ക് ചെയ്യാനേ കഴിയുന്നില്ല. അത്രമാത്രം മോശം ഒരു പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ശശാങ്ക് സിംഗിന്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിലും നല്ലതായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ മാർക്കോ ജാക്സൺ കളിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ പഞ്ചാബിന്റെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കൺസേൺ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 4 ഓവറിൽ 42 റൺസിന്റെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കിട്ടുന്നു. 2020 4 ഓവറിൽ 42 റൺസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്കോറേ അല്ല. 10 റൺസ് പെർ ഓവറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുന്ന് അവിടെ വിക്കറ്റ് പോകുന്നു. കൃണാൽ പാണ്ഡ്യ വന്ന് മെയിൻ വിക്കറ്റ് 2 എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അമ്പേ പരാജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ മിഡിൽ ഓർഡർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ മോശം പെർഫോമൻസ്. ഇവിടെ ഒരു അല്പം സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിൽ ഇവരുടെ മിഡിൽ ഓർഡർ കൊളാപ്സ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശ്രേയസറിൻ്റെ കൂടെ ഒരു വലിയൊരു ഇന്നിങ്സ് പഞ്ചാബിന് വളരെ അത്യാവശ്യം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് 3 മാച്ച് പരിശോധിക്കുകയാണെങ്കിൽ KKRനെതിരെ ഡക്ക്, RCBക്കെതിരെ 7, ഇന്നും RCBക്കെതിരെ 6 റൺസ്. വളരെ മോശം ഫോമിലോട്ടാണ് ശ്രേയസർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശ്രേയസറിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അവരുടെ നടും തൂണാണ് എന്തായാലും ശ്രേയസറിന് നല്ലൊരു പെർഫോമൻസ് ഇല്ല എങ്കിൽ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പണി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കും. ഓവറോൾ നോക്കിയെങ്കിൽ RCB സൂപ്പർ പെർഫോമൻസ് കാണിച്ചു. ചാമ്പ്യന്മാരുടെ അതേ പെർഫോമൻസ് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും കാണിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഈ മാച്ച് അല്പം മുമ്പേ ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു RCBക്ക്. പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ RCB 3-ാം സ്ഥാനത്തും പഞ്ചാബ് 4-ാം സ്ഥാനത്തും നിലനിൽക്കുന്നു.